നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെ, എന്നോട് ക്ഷമിക്കണം സാർ. എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കുന്ന വെച്ച് സാറും സൂര്യ സാറും മറ്റുള്ളവരെ വെല്ലുവിളിച്ചു. എന്നെ കൊണ്ട് നിങ്ങളെ ജയിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ തോറ്റുപോയി. നീ തോൽക്കുന്നത് എങ്ങനെയാ മോളെ? ഓഡിറ്റോറിയത്തിൽ നിന്നും എല്ലാവരും ഇറങ്ങിയതിന് ശേഷം എത്ര ഭംഗിയായിട്ടാ മോളെ നീ ആ സ്പീച്ച് പറഞ്ഞത്. ഞാൻ കേട്ടു. അത് കൃത്യമായിട്ട് പറയാതിരുന്നതിന് നീ പറഞ്ഞ കാരണവും കേട്ടു. മറ്റൊന്നിനും എനിക്കാവില്ല നിന്നെ കൈയെടുത്ത് കുമ്പിടാനല്ലാതെ. അയ്യോ സാർ, മോളെ, എന്റെ മോൻ നിസ്സാരമല്ലാത്ത എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. അല്ലാതെ നിന്നെപ്പോലൊരുവൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. നിന്നെ എങ്ങനെയൊക്കെയാ പ്രശംസിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വെല്ലുവിളികളുമായി പലരും നടക്കുമ്പോഴും ഈ കുടുംബത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മോളുടെ മനസ്സിലുണ്ട്. അതങ്ങനെ ആർക്കും വെറുതെ കിട്ടുന്ന ഒന്നല്ല. ഈ വീട്ടിലുള്ളവർ മുഴുവൻ നീ തോറ്റുപോയെന്ന് പറഞ്ഞോട്ടെ. അവിടെ ആ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നവർ മുഴുവൻ നിന്റെ തോൽവിയെക്കുറിച്ച് പറഞ്ഞ് പരിഹസിച്ചോട്ടെ. പക്ഷേ ഇന്നത്തെ ദിവസം ഒറ്റ വിജയിയേ ഉള്ളൂ. അത് നീയാ മോളെ. ഞാൻ പറഞ്ഞ സത്യമല്ലേ സാർ? ഇന്ന് എന്നോട് തോറ്റിരുന്നെങ്കിൽ പത്മ മാഡത്തിന് അത് താങ്ങാൻ പറ്റുമോ? ഇന്നിപ്പോ പത്മ മാഡത്തിന് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കറിയാം സൂര്യ സാറ് വരുമ്പോ പത്മ മാഡം ആവശ്യപ്പെടുന്നത് എന്നെ ഇവിടുന്ന് പടിയിറക്കാൻ തന്നെയായിരിക്കും. ഹേയ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നീ ഇവിടുന്ന് പോയാ എങ്ങനെയാ? സാർ, പത്മ മാഡത്തിന് കൊടുത്ത വാക്ക് പാലിക്കണം. എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് തടയരുത്. ഞാൻ പോയിക്കൊള്ളാം സർ. പോകുന്നതിന് മുൻപേ ഒരു നിമിഷം പത്മ മാഡത്തിന്റെ സന്തോഷത്തിന് കാരണമായല്ലോ ഞാൻ. അത് മതി എനിക്ക്. മോളെ, ഇതുവരെ കണ്ടതൊക്കെ ഒരു സ്വപ്നമായിട്ട് കാണണം. ഒരുപാട് ക്രൂരമായിട്ടുള്ള തമാശകളൊക്കെ ഉള്ളൊരു സ്വപ്നം. അത്രേ ഉള്ളൂ. സാരമില്ല. മോൾ അങ്ങനെയൊന്നും കരുതണ്ട. നീ ചെയ്ത നന്മ എന്തെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിന് തിരിച്ചറിയാലോ. ആ ദൈവമല്ലേ ഇത്രയും ശത്രുക്കളുടെ മുന്നിൽ നിന്നെ സംരക്ഷിച്ചു കൊണ്ടു നടക്കുന്നത്. നമ്മുടെ താന്നിയൊരമ്മ. അമ്മയ്ക്ക് എങ്ങനെ മോളെ കൈവിടാൻ പറ്റും? മോള് സമാധാനിക്ക. മമ്മി, ഡാഡിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡാഡിയും നന്ദിനിയും പുറത്തിരുന്ന് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ചോദിച്ചതാ. എന്താ കേട്ടെ? മമ്മി, ഞങ്ങൾ കരുതിയത് ഡാഡി അവളെ ആശ്വസിപ്പിക്കാവന്ന. അടുത്ത് ചെന്ന് കേട്ടപ്പോഴല്ലേ മനസ്സിലായത്. ഡാഡി അവളോട് താങ്ക്സ് പറയുവോ? ഈ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിച്ചു എന്ന് പറയുന്നു. അതെന്തിനാ മമ്മി?
നിസ്സാരമൊന്നും അല്ല മമ്മി. അവളോടെ വലിയ ബഹുമാനത്തിലാ ഡാഡി സംസാരിക്കുന്നത്. ആ, അവളാണെങ്കിൽ സ്വതവേ നിഷ്കളങ്കയായിട്ട് ഇരിക്കുന്നുണ്ട്. അത് മിക്കവാറും എന്തിനായിരിക്കും അറിയോ? തോറ്റുപോയ ക്ഷീണത്തില് അവൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അവൾ ഇറങ്ങിപ്പോയാ അതോടെ ഭൂമി നിശ്ചലമാകുന്നാണല്ലോ നിങ്ങളുടെ ഡാഡിയുടെ കണക്കൂട്ടല്. അതുകൊണ്ട് എങ്ങനെയും കരഞ്ഞ് കാല് പിടിച്ച് നിർത്താനുള്ള തീരുമാനമായിരിക്കും. ഇനി വേറെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വേറെന്ത് സംഭവിക്കാൻ? എല്ലാത്തിനും നിങ്ങൾ സാക്ഷിയല്ലേ? അതെ മമ്മി. പക്ഷേ ഡാഡി എങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ എന്തോ ഒരു സംശയം. മമ്മി എന്തായാലും ഡാഡിയോട് കാര്യം എന്താന്ന് ചോദിക്കേ. ഈ കുടുംബം രക്ഷിക്കാൻ അത്ര മഹത്തരമായ കാര്യം എന്താന്ന് അറിയണമല്ലോ. തോറ്റാലും തലയിലെടുത്ത് വെക്കുക, നമ്മുടെ മുന്നിൽ മഹാറാണിയെ പോലെ നിർത്തുക. ഇന്നത്തോടെ നിർത്തണം അത്. അങ്ങനെ തന്നെ ചോദിക്കണം മമ്മി. എങ്കിൽ നിങ്ങൾ വാ, ഇപ്പൊ തന്നെ ചോദിക്കാം. ഇത്രയും കാലം നമ്മുടെ മുമ്പിൽ അവള് നാണം കെട്ട് മതിയായില്ലെങ്കിൽ അതിന്റെ ബാക്കി നമുക്ക് ഇന്ന് തന്നെ തീർത്തേക്കാം. വാ. മമ്മി എന്തായാലും മമ്മി ഷാർപ്പായിട്ട് തന്നെ സംസാരിക്കണം. പറ്റുമെങ്കിൽ ഏട്ടം വരുന്നതിന് മുന്നേ ഈ നാണക്കേട് തലയിൽ വെച്ച് അവൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ സംഭവിച്ചാലും സൂര്യക്കും വലിയ സംശയമൊന്നും ഉണ്ടാവില്ല. നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് പോയതാണെന്നേ കരുതൂ. നിങ്ങൾ വന്നേ. ഒന്ന് നിന്നേ. സുദേവന്റെ മോൾക്ക് ആരെങ്കിലും അവാർഡ് പ്രഖ്യാപിച്ചോ? അല്ല, അവളെന്തോ വലിയ നേട്ടം നേടിയെന്ന് നിങ്ങൾ പറയുന്ന കേട്ടു. പിന്നെ ഈ കുടുംബത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ അവളോട് നന്ദി പറഞ്ഞു. ഇക്കൂട്ടത്തിൽ ആരാണ് മറഞ്ഞു നിന്ന് കേട്ടതെന്ന് എനിക്കറിയില്ല. കേൾക്കുമ്പോ അത് മുഴുവനും കേൾക്കാനുള്ള സന്മനസ് കൂടി കാണിക്കണമായിരുന്നു. ഒളിച്ചു നിന്ന് കേട്ടതൊന്നും അല്ല ഡാഡി. ഇത് ഞങ്ങളുടെ വീടാ. ഈ വീടിന്റെ ഏത് ഭാഗത്ത് നടക്കാനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട് മോളെ, അത്തരം സ്വാതന്ത്ര്യങ്ങളെല്ലാം മോൾക്കുണ്ട്. പക്ഷേ ഡാഡി പറഞ്ഞത് മോൾക്ക്